ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് എല്ലാവർക്കും? ഇപ്പോൾ കുറേ ആയിട്ടോ ലോങ് വീഡിയോ ചെയ്തിട്ട്. കുറേയെന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു 1.5 മാസമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ എന്തൊക്കെയോ കാരണങ്ങളാൽ അങ്ങ് വിട്ടങ്ങ് പോകും. ഇപ്പം 2-3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴയാണ്. മഴയെന്ന് വെച്ചാൽ നല്ല മഴ, നിൽക്കാറേ ഇല്ല, പെയ്തുകൊണ്ടിരിക്കലാണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് മഴ നിന്ന സമയം നോക്കി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മുറ്റത്തൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ട് 2 ദിവസമൊക്കെ ആയി. എന്തെന്ന് വെച്ചാൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചട്ടികളിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്താണെന്നറിയില്ല, 2 ദിവസം മുന്നേ ഇതുപോലെ കെട്ടി നിന്നിട്ട് ഇങ്ങനെ ഒന്ന് മഴ നിന്ന സമയത്ത് ഇതേപോലെ ഞാൻ മാറ്റിയതാണ്. ഹോൾസൊക്കെ ഉണ്ട്, താഴെ സൈഡിലൊക്കെ ഹോൾസൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല. പിന്നെ ചിലപ്പോൾ നല്ല വെള്ളം കിട്ടുന്നത് കൊണ്ട് കെട്ടി നിൽക്കുന്നതായിരിക്കാം. പിന്നെ ഇപ്പം ഇതിങ്ങനെ 2-3 ദിവസം കൂടി നിൽക്കുന്നതാണെങ്കിൽ ഈ തണ്ടുകളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ ചെടിയുടെയൊക്കെ ആൾ എൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉമ്മ എവിടെ പോയാലും ഇവിടെ നിന്നൊക്കെ ഒരു പീസ് വാങ്ങിയിട്ടേ വരും. പിന്നെ അതിപ്പോൾ ചിലപ്പോൾ പരിചയമുള്ളിടത്തൊന്നും ആയിരിക്കില്ല, എന്നാലും അവിടെ കയറിയിട്ട് എന്ത് ചെയ്യുന്ന അതിൻ്റെ ഒരു പീസ് തരുമെന്ന് ചോദിച്ചിട്ട് വാങ്ങും. പിന്നെ ഇങ്ങനെ എനിക്ക് പണ്ടുണ്ടായിരുന്നേന് കേട്ടോ. എവിടെ പോയാലും അവിടെ നിന്നൊക്കെ ഈ വയനാടുകളിലൊക്കെ പോയാൽ വരുമ്പോൾ ഒരു സഞ്ചി നിറച്ചും ചെടിയും കൊണ്ടായിരുന്നു വരാറ്. ഇപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉമ്മാൻ്റെതാണെങ്കിലും ഞാനും എന്ത് ചെയ്യുന്ന ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ചെയ്തൊക്കെ കൊടുക്കലുണ്ട്. പൊട്ടിയത് കണ്ടാലും പിന്നെ അങ്ങനെ മൂപ്പർ ഉണ്ടാക്കുമെങ്കിലും അതിൻ്റെ ഒരു രീതിക്ക് ചെയ്യുന്നെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ഈ ഇലയുള്ള ചെടി എന്ന് വെച്ചാൽ അത് എല്ലാം കൂടി ഒരു ചട്ടിയിലായിരുന്നേ. അപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ എന്ത് ചെയ്തതാണ്, ഇങ്ങനെ ചെറുതാക്കിയിട്ട് പിന്നെ ഒരു 5-6 ചട്ടിയിലേക്കാക്കി മാറ്റിയതാണ്. ഇതെല്ലാം ഒരേ കളറിലതായിട്ട് വലുതായാലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ അങ്ങനെ ഒരേ കളറിലുള്ളത് കുറേ ചട്ടിയിലേക്കാക്കി മാറ്റിയതാണ്. മഴക്കാലമായത് കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുല്ലൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഈ ഏരിയ ക്ലീൻ ആക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയതാണ്. പിന്നെ അത് 2 മഴ ഇനി ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അതേപടിയാവും. പണ്ടത്തെ പ്രായമുള്ള ആൾക്കാർ പറയുമായിരുന്നു, മുറ്റടിക്കുമ്പോൾ പുല്ലറിക്കുന്ന പെണ്ണിനെ കണ്ടാൽ അപ്പം കല്യാണം കഴിക്കണമെന്ന്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ 1-2 ആൾക്കാർ അങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. അത് കുറച്ച് പ്രായമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ അങ്ങനെ മുറ്റടിക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞ് നിൽക്കാണ്ട് പുല്ല് പറിക്കുക എന്നുള്ളത് കുറച്ച് മടിയുള്ള കാര്യമല്ലേ. മഴ കാരണം നോറയും പുറത്തിറങ്ങാറില്ല. അപ്പം ഞാൻ ഇറങ്ങിയത് കണ്ടിട്ട് അവളും ഇറങ്ങിയതാണ്. അവളെ കൂട്ടിലിടാറില്ല. കൂട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ല മഴയത്ത് ചില്ലടിക്കും. അപ്പോൾ പനി പിടിക്കുന്നതിന് പേടിച്ചിട്ട് പനി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേഗമൊന്നും കുറയൂല. അതുകൊണ്ട് ഞങ്ങളെ കൂടെ തന്നെയാണ് അവളും ഉണ്ടാവൽ. ഇത് ഞങ്ങളുടെ സ്വന്തം വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വരെ നല്ല ഇതിലൊക്കെ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് മഴ കുറഞ്ഞത് കാരണമാണ് ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞത്. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും.